മരമണ്ടൻ എന്ന് ലോകം വിശേഷിപ്പിച്ച ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ ജോസഫ് കുപ്രത്തീനോ. ജീവിതകാലത്ത് പഠനത്തിൽ തീരെ മോശവും ഓർമ്മക്കുറവും മൂലം വീട്ടുകാരാലും കൂട്ടുകാരാലും പ്രിയപ്പെട്ടവരാലും ഒക്കെ അവഗണിക്കപ്പെട്ട ഈ വിശുദ്ധ ജോസഫ് കുപ്രത്തീനോയെ എങ്ങനെയാണ് ദൈവം വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായിട്ട് ഉയർത്തിയതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, തൻ്റെ ബുദ്ധിയും യുക്തിയും ദൈവത്തിന് അടിയറ വെച്ച് എല്ലാം ദൈവഹിതപ്രകാരം ജീവിതത്തിൽ നിറവേറ്റി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു മഹാവിശുദ്ധനാണ് ഈ വിശുദ്ധ ജോസഫ് കുപ്രത്തീനോ. ഇറ്റലിയിലെ കുപ്രത്തീനോയിലെ ഒരു ചെരുപ്പുകുത്തിയുടെ മകനായിട്ടാണ് വിശുദ്ധ ജോസഫ് ജനിച്ചത്. ഉണ്ണീശോ പിറന്നു വീണത് ഒരു പുൽക്കൂട്ടിലാണെങ്കിൽ വിശുദ്ധ ജോസഫ് പിറന്നു വീണത് ഒരു കുതിരാലയത്തിലാണ്. തൻ്റെ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു സന്യാസ ആശ്രമത്തിൽ പ്രവേശിച്ചുവെങ്കിലും ബുദ്ധികുറവ് മൂലം അദ്ദേഹത്തെ കാലികളെ മേയ്ക്കുന്ന ജോലിയാണ് ഭരമേൽപ്പിച്ചത്. എന്നാൽ വിശുദ്ധന്റെ പ്രാർത്ഥനയും ത്യാഗവും കണ്ട അധികാരികൾ അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകി. ദൈവം ഇല്ല എന്നും തൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് താൻ ആഗ്രഹിക്കുന്നത് എന്തും കെട്ടിപ്പടുക്കാമെന്ന് ചിന്തിക്കുന്നവരോട് ഒരു വാക്ക്: സ്വിച്ചിട്ടാൽ പ്രകാശിക്കുന്ന ഒരു ജീവിതം മാത്രമാണ് നമ്മുടേത്. എന്നാൽ സ്വിച്ചിടുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. അഹങ്കാരത്തിൻ്റെ കെട്ടുകളഴിച്ച് എളിമയുടെ മേലങ്കി ധരിച്ച് വിശുദ്ധ ജോസഫ് കുപ്രത്തീനോയെ പോലെ നമുക്ക് ദൈവപൈതലായി ജീവിക്കാം, വളരാം.